നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ 10ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഈ സീരീസ് നമ്മൾ മോക്ക് ടെസ്റ്റ് വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ എസ് സി ആർ ടി നമ്മൾ മൊഡ്യൂൾ 1 ഹിസ്റ്ററി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കുന്ന വൈറ്റമിൻ ഏതാണ്? സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അപ്പോൾ വൈറ്റമിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പീസ് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ സൂര്യപ്രകാശമേൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഡി ആണ്. ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നവയിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? DPT വാക്സിൻ എന്തിനാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക്? വില്ലൻ ചുമ. എന്തിനാണ് DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത്? വില്ലൻ ചുമ പ്രതിരോധിക്കാനാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം K. ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണെങ്കിൽ അത് ജീവകം K ആണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? നമ്മൾ കിഴങ്ങുവിള പഠിക്കണം, കേന്ദ്ര തോട്ടവിള പഠിക്കണം, പിന്നെ സ്പൈസ് റിസർച്ച് എവിടെയാണെന്ന് പഠിക്കണം. അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും കാണുന്നൊരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടുന്നാണ്? അത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 മുതൽ 11 mg ആണ്. എത്രയാണ്? 9 മുതൽ 11 mg ആണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ്. 9 to 11 mg. അടുത്ത ക്വസ്റ്റ്യൻ, മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം, സ്ലിം ഡിസീസസ് അല്ലെങ്കിൽ മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? അത് എയ്ഡ്സ് ആണ്. മെലിഞ്ഞ രോഗം അല്ലെങ്കിൽ സ്ലിം ഡിസീസസ് എന്നറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? അത് മോണോസൈറ്റ് ആണ്. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ് ആണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. എവിടെയാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്? പൂനെയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? എന്താണ്? വയറിളക്ക രോഗങ്ങൾക്ക്. ORT നമ്മൾ കൊടുക്കാറ് എന്തിനാണ്? വയറിളക്ക രോഗങ്ങൾക്കാണ് ORT കൊടുക്കാറ്. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? വയറിളക്ക രോഗങ്ങൾക്ക്. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽക്കീർത്തി? ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽക്കീർത്തി? വെണ്ടയുടെ ഒരു സങ്കര ഇനമാണ് ഇത് സൽക്കീർത്തി. ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽക്കീർത്തി? വെണ്ടയുടെ. അടുത്ത ക്വസ്റ്റ്യൻ, സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഏത്? സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുക് ഏതാണ്? ഈഡിസ് ആട്ടോ. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമാകുന്ന കൊതുക് ഏതാണ്? ഈഡിസ് കൊതുകുകളാണ് സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമാകുന്നത്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡ് ആണ്. എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. സംയോജിത ശിശുവികസന സേവന പദ്ധതി അല്ലെങ്കിൽ ICDS, സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം ഏതാണ്? ICDS ആരംഭിച്ച വർഷം 1975. 1975 ICDS സ്ഥാപിതമായത്. അടുത്ത പദ്ധതി ആരംഭിച്ചത്. ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000 ആളുകൾക്കാണ് ഒരു ആശാപ്രവർത്തക. അപ്പോൾ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? 1000. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ. ഇത് ഓപ്ഷൻസ് ഇട്ടപ്പോൾ മാറിപ്പോയി, ക്വസ്റ്റ്യൻസ് ഇടാൻ മറന്നുപോയി. അപ്പോൾ ചവർണകവും അഗ്രചവർണകവുമാണ് ആഹാരം ചവച്ചരയ്ക്കാൻ കേട്ടോ. ആഹാരം ചവച്ചരയ്ക്കാൻ നമ്മൾ എന്താ? ചവച്ചരയ്ക്കുക. ചവർണകം അഗ്രചവർണകം അവിടെ തന്നെ കിട്ടണം. ചവർണകം അഗ്രചവർണകം. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം പ്രോട്ടോസോവ വിഭാഗത്തിലാണ് പെടുന്നത്. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടും? കരിമ്പൻ ആണെങ്കിൽ അത് ഏതാണ്? ഫംഗസ് ആണ്. കരിമ്പൻ ഏതാണ്? ഫംഗസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിൻ്റെ കമ്പനി ഏതാണ്? മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച എലോൺ മസ്കിൻ്റെ കമ്പനി ആണെങ്കിൽ അത് ഓപ്ഷൻ എ ന്യൂറാലിങ്ക് ആണ്. ഏതാണ്? ന്യൂറാലിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28 ആണ് കേട്ടോ. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. അന്ന് തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ഡേയും വരുന്നത്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് കാരണമാകുന്ന രോഗകാരി ഏത്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏത് ചോദിച്ചാൽ അത് ഓപ്ഷൻ സി നെയിൽഗേറിയ ഫൗലേരി. ഏതാണ്? അമീബിക് മെനിഞ്ചസ് എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി നെയിൽഗേറിയ ഫൗലേരി. ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്നത് നെയിൽഗേറിയ ഫൗലേരി. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപ്പാളി ഏതാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപ്പാളി ഏതാണ്? ഓപ്ഷൻ സി മെനിഞ്ചസ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപ്പാളിയാണ് മെനിഞ്ചസ്. ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ക്യാൻസറിന് ഉള്ള പഠനമാണ് എന്ത്? ഓങ്കോളജി. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരെന്ത്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ്റെ പേരാണ് BCG. BCG വാക്സിൻ എന്തിനാണ് കൊടുക്കാറ്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ. നാഗപാതി വെക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് നടത്തുന്ന സസ്യത്തിനൊരു ഉദാഹരണമാണ് കുരുമുളക്. നാഗപാതി വെക്കൽ അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിംഗ് നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് കുരുമുളക്. അടുത്ത ക്വസ്റ്റ്യൻ, വൈഡൽ ടെസ്റ്റ് അല്ലെങ്കിൽ വൈഡൽ പരിശോധന ഏത് രോഗത്തെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സൽമോണല്ല ടൈഫി. ഏതാണ്? സൽമോണല്ല ടൈഫി തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് വൈഡൽ പരിശോധന. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. വനാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരാണ് എന്താ? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണെങ്കിൽ അത് ലെപ്റ്റോസ്പൈറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എന്ന്? ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻ സി 2010. ഏത് വർഷമാണ്? 2010. ഓക്കെ അല്ലേ ഇതുവരെ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ മോക്ക് ടെസ്റ്റ്, 10ാമത്തെ മോക്ക് ടെസ്റ്റ്. നിങ്ങളുടെ മാർക്ക് എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ക്ലാസ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.